കർഷകർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്നതും വിലക്കുറവുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഈ എക്മീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഹാച്ചറിയിലെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് മാറിക്കഴിയുമ്പോൾ ഈ മുട്ടത്തോടിനകത്ത് യഥാർത്ഥത്തിലുള്ള കാൽസ്യമോ മഗ്നീഷ്യമോ ഫോസ്ഫറസോ 100% ഇല്ല. അങ്ങനെ വരും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ. സേഫ് ടു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്താട്ടോ. നഴ്സിംഗ് കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കൃഷിയിൽ ഇറങ്ങിയിട്ടുള്ളത്. അതായത് വാഴകൃഷി മാത്രമല്ല, കപ്പ കൃഷി, മരച്ചീനി കൃഷിയുണ്ട്. അപ്പൊ എന്തോരം സ്ഥലത്തൊക്കെ കൃഷിയുണ്ട്? എല്ലാം മേഡം, ഏകദേശം ഒരു 1.5 ഏക്കറോടത്തോളം വാഴയുണ്ട്, പയറുണ്ട്, ഒരു 3 ഏക്കർ കപ്പയുണ്ട്, പിന്നെ ഒരു 80 സെന്റ് നെൽകൃഷിയുണ്ട്. ഈ കൃഷിയൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷം തുടങ്ങിയതാണോ അല്ലെങ്കിൽ മുൻപേ ഉണ്ടോ? പണ്ട് മുതലേ ഞങ്ങൾ കർഷക കുടുംബത്തിൽപ്പെട്ടതാ. കർഷകനാണ്, അപ്പനായിട്ട് മുതലേ കൃഷിക്കാരനാണ്. പിന്നെ ആ പാരമ്പര്യം ഇത് കഴിഞ്ഞപ്പോ തുറന്നു പോന്നു. എന്താ വാഴയ്ക്ക് ഇടുന്ന എന്താണ്? ഇത് എഗ്മിൽ എന്ന് പറഞ്ഞ വളമാണ്. അപ്പൊ ഇത് സാധാ വളത്തിനേക്കാളും വില കുറവാണ്. വാഴയ്ക്ക് വളരെ ഗുണമായിട്ട് നല്ല പച്ചപ്പും എളുപ്പം കയറി വരും. പിന്നെ ഇതിന് മറ്റേ ചെല്ല് അങ്ങനെയുള്ള കീടങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ഇത് എഗ്മീൽ എന്ന് പറയുന്ന സാധനം ഇത് എങ്ങനെയാണത്? എഗ്മീൽ എന്ന് പറഞ്ഞ മുട്ടത്തോടാ മേഡം. ഈ ചീമുട്ടകള്, മുട്ടത്തോടുകള് അങ്ങനെയുള്ള കൂടി മിക്സ് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അതല്ലേ, വില കുറവാണ് മേഡം. 1400 രൂപയുള്ളൂ ഇവിടെ വരുമ്പോഴത്തേക്കും. ഇത് മറ്റുള്ള ഇപ്പൊ ഒരു എല്ലുപൊടി മോശമെന്നല്ല, എല്ലുപൊടി പോലുള്ള സാധനം ഭയങ്കര റേറ്റാണ്. ഒരു വാഴയ്ക്ക് എത്ര തവണയാണ് നമ്മളത്? ഇത് സാധാ വളം ഞങ്ങള് 6-7 പ്രാവശ്യം ചെയ്യും. ഇത് ആവുമ്പോ എനിക്ക് ഒരു മാക്സിമം 4-5 പ്രാവശ്യം ചെയ്താൽ മതി. 3 വാഴയ്ക്ക് 1/2 കിലോ വീതം ഇടണേ. ഇനി നമുക്ക് ഉപയോഗിക്കണോ? ഇനിയിപ്പോ ഇത് ഫസ്റ്റ് ഇടുവാണല്ലോ. ഇനി ഇത് 1 മാസം കഴിയുമ്പോ വീണ്ടും ഇടും. സാധാ വളം ഒരു 28 ദിവസം കൂടുമ്പോ ഇടുന്നേ. ഇത് 1 മാസം അല്ലെങ്കിൽ 40 ദിവസം കൂടുമ്പോ ഇട്ടാൽ മതി. ഇതേപോലെ 3 വാഴയ്ക്ക് 1/2 കിലോ വളം വീതം മതി. അപ്പൊ ഒറ്റവാഴയാണെങ്കിൽ ഒരു 200-250 ഗ്രാം ഇടാം. ഇത് 3 വാഴയായിട്ടാണ് 1/2 കിലോ ഇടുന്നത്. ഒരു 250 ഗ്രാം വീതം ഇടാം. ഇത് വേറെ പയറിന് ഇടാം, വെണ്ട. ഇത് ഞാനിവിടെ ഇതിന്റെ ഇടവളായിട്ട് പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചീരയുണ്ട്, കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊരു 4 ഇല വരുമ്പോഴത്തേക്കും ഈ കുമ്പളം വെള്ളരിയൊക്കെ പോകും. അപ്പൊ ഈ പയറെല്ലാം ഇതിനും വള ഇതിന്റെ ചോട്ടി ഇട്ടാണ് മൂടുന്നത്. അപ്പൊ ഇത് ശരിക്കും ഒരു വാഴയ്ക്ക് 250 ഗ്രാം എന്നുള്ള രീതിയിലാണ്. വാഴയ്ക്ക് 200-250, മാക്സിമം 250. ഇത് നമുക്ക് 1 കിലോയ്ക്ക് ഏകദേശം എത്ര വില? ഇതിപ്പോ 1450 കിലോയ്ക്ക് 1500 രൂപ. അപ്പൊ ഏകദേശം ഒരു 30 രൂപ താഴെ ഉള്ളൂ വില വരുള്ളൂ. അപ്പൊ നമുക്ക് വളം മൊത്തത്തിൽ കുറയ്ക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ രജിച്ചേട്ടൻ നമ്മളുടെ ഈ എഗ്മീൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് എത്രത്തോളം ഇതില് എന്തൊക്കെ കണ്ടന്റ് ആണ് അടങ്ങിയിട്ടുള്ളത്? ഇത് എങ്ങനെയാണ്, ഇതിന് മാത്രം മുട്ട നമ്മളെ നാട്ടിലുണ്ടോ എന്നുള്ളതൊക്കെ പലർക്കും വരുന്ന ഒരു സംശയമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാനായിട്ട് നമ്മളോടൊപ്പം സിബിച്ചേട്ടനുണ്ട്. അപ്പൊ സിബിച്ചേട്ടാ നമസ്കാരം. ഇത് എങ്ങനെയാണ് അപ്പൊ ഇത്രയ്ക്കും നിങ്ങളുടെ കയ്യില് മുട്ട തൊണ്ട് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് ഉൾപ്പെടെ സംശയമുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദമായൊന്ന് പറഞ്ഞതായോ? അതായത് ഞങ്ങൾ ഇപ്പൊ ഈ ഫാക്ടറിയിൽ നമുക്ക് കർഷകർക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്നതും വിലക്കുറവുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഈ എക്മീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഞങ്ങൾ തന്നെ ഇത് പ്രൊഡക്റ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പം എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ചോദിച്ചു, ഇത്രയും മാത്രം മുട്ടത്തോട് എവിടുന്ന് കിട്ടും എന്ന ചോദ്യം ഉണ്ടായത്. അത് ന്യായമായിട്ടും കർഷകരുടെ ഒരു ന്യായമായ സംശയമാണ്. എന്നാൽ ഒരു മുട്ട എന്ന് പറയുന്നത് 60 ഗ്രാം തൂക്കമുണ്ട്. ആ 60 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടയുടെ തോട് എന്ന് പറയുന്ന 6 ഗ്രാം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന എഗ്ഗിന്റെ പ്രൊഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വലിയ കമ്പനികളിൽ 30 ലക്ഷം മുട്ടയോളം ഒരു ദിവസം പ്രോസസ്സിങ് നടക്കുന്ന കമ്പനികൾ വിവിധ രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യയിൽ പോലും ഉണ്ട്. അപ്പോൾ ഈ വിവിധ രാജ്യങ്ങളിലൊക്കെ വരുന്നിടത്ത് നിന്ന് നമ്മളിത്, അതായത് 30 ലക്ഷം മുട്ട പ്രോസസ്സ് ചെയ്യുമ്പം 18 ടണ്ണോളം അസംസ്കൃത വസ്തു നമ്മുടെ തോടും പാടയായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ മുട്ടയുടെ ഡാമേജ് മുട്ട വരും. 30 ലക്ഷം മുട്ട എന്ന് പറയുമ്പം ഏകദേശം ഒരു 1 ലക്ഷം മുട്ടയ്ക്ക് അടുത്ത് എന്തെങ്കിലും രീതിയിൽ അതിന് കേട് സംഭവിച്ച മുട്ടകൾ വരും. അപ്പൊ ഈ 18 ടണ്ണ് അസംസ്കൃത വസ്തു തോടും പാടയായിട്ട് കിട്ടുമ്പോൾ ഒരു 2 ടണ്ണോളം നമുക്ക് കേടായ മുട്ട ഉണങ്ങി പൊടിച്ചതും കൂടെ വരും. അപ്പൊ ഒരു ദിവസം വരുന്നതാണ് ഈ 20 ടണ്ണ് എന്ന് പറയുന്നത്. അതായത് 1.5 ലോഡ് സാധനം. അപ്പൊ അത് നമ്മൾ കമ്പനിയായിട്ട് കരാറ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ ഇടുക്കി നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഏലകർഷകരുടെ നാട്ടിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ് ഈ പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിനകത്ത് കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ഈ കേടായ മുട്ട ഉണങ്ങി പിടിച്ചുള്ളതുകൊണ്ട് മൈക്രോന്യൂട്രിയൻ്റ് ഉണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ICAR കോഴിക്കോട് ലാബിൽ പരിശോധിച്ച ലാബ് റിസൾട്ടിൻ്റെ ടെസ്റ്റ് വെച്ച് നമ്മളിത് ആർക്ക് എവിടെ കൊടുത്താലും ഏതൊരു കൃഷിക്കും ആവശ്യമായ മൂലകം ഇതിലുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വാഴയ്ക്കൊക്കെ ഇട്ടാൽ വാഴ വെക്കുമ്പോൾ ഇടുന്നവരുണ്ട്, അതുപോലെ 2 മാസം പ്രായമാകുന്ന സമയത്ത് ഇടുന്നവരുണ്ട്, ചിലപ്പോൾ 2-3 പ്രാവശ്യം ഇടുന്നവരുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി വളം
ഇപ്പൊ ഒരു 100 രൂപയുടെ വളം സാധാരണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എക്മീൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പകുതി വളം ചേർത്താൽ പോലും അത് നല്ല രീതിയിൽ വാഴ വളരും. അതുപോലെ നല്ല രീതിയിൽ വാഴക്കൊല, അതായത് ഇപ്പോൾ ഒരു 10 മാസം ആകുമ്പോൾ കൊലക്കേണ്ടിയ വാഴയാണെങ്കിൽ 8 മാസം ആകുമ്പോഴത്തേക്ക് വാഴ നല്ല വളർച്ച എത്തുകയും നല്ല കനമുള്ള വെയിറ്റുള്ള വാഴക്കൊല, അതും നല്ല ഫിനിഷിങ് ഉള്ള വാഴക്കൊല, നല്ല ദൃഢതയുള്ള കായോടുകൂടി കിട്ടുമെന്ന് കർഷകർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടാണേലും തൃശ്ശൂർ ആണേലും നമ്മുടെ ഇപ്പോൾ ഇത് കോതമംഗലം അടുത്താണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. ഈ ഭാഗത്തും എല്ലാം വാഴയുടെ ഏത് പ്രായത്തിലും കർഷകർ ഉപയോഗിക്കുന്നു. ആ കർഷകർ തന്നെ 100% ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു പിന്തുണയാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു വിജയം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിലൊരു സംശയം, നമ്മൾ സാധാരണ ഈ ഹാച്ചറികളിലെ മുട്ടത്തോല് നമ്മൾക്ക് എടുക്കാറുണ്ടോ? ഹാച്ചറികളിലെ മുട്ടത്തോല് വരാറുണ്ട്. ഇതിൽ നമ്മൾ മിക്സിങ് എന്തെങ്കിലും വേറെ ആഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് 100% നമ്മളുടെ ഈ മുട്ടത്തോട് തന്നെയാണോ? അതായത് ഈ ഹാച്ചറിയിലെ മുട്ടത്തോട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഹാച്ചറിയിലെ മുട്ടത്തോടല്ല എടുക്കുന്നത്, ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളുടെയാണ്. കാരണം ഹാച്ചറിയിലെ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് മാറിക്കഴിയുമ്പോൾ ഈ മുട്ടത്തോടിനകത്ത് യഥാർത്ഥത്തിലുള്ള കാൽസ്യമോ മഗ്നീഷ്യമോ ഫോസ്ഫറസോ 100% ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ പല കമ്പനികളും ഈ ഹാച്ചറിയിലെ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പം നമ്മുടെ ഈ പാലനയുടെ മുട്ടത്തോടിൻ്റെ എഗ്മീലിനോടും ഗുണം കിട്ടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ വിരിയാൻ ആവശ്യമായ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ഈ തോടിൽ നിന്ന് ഈ കുഞ്ഞുങ്ങൾ വിരിയുമ്പോഴത്തേക്കും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ എഗ്മീൽ നമ്മൾ ഈ അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നതും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഹാച്ചറി വേസ്റ്റ് അല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന നല്ല കമ്പനികളിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ടും നമ്മുടെ രാജ്യത്തേക്ക് അടക്കം ഉള്ള സാധനങ്ങൾ സംഭരിച്ചാണ് നമ്മൾ ഈ എഗ്മീൽ പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രത്യേകതയും കൊണ്ടുണ്ട്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ആർക്ക് വേണേലും വരാം. അവർ വന്ന് നിന്ന് പാടെ അതിൻ്റെ തോടും കേടായ മുട്ട ഉണങ്ങി പൊടിച്ചതും കൂടെ ചേർക്കുന്നത് നമ്മുടെ കമ്പനിയിൽ വന്ന് നിന്ന് അവരുടെ കൺമുമ്പിൽ മാനുഫാക്ചറിങ് ചെയ്ത് നിർമ്മിച്ച് അവർക്ക് തയ്യാറാക്കി നമ്മൾ കൊടുക്കുക. അതായത് ഏത് കർഷകർ വന്നാലും അവരുടെ മുന്നിൽ അവർ ആവശ്യപ്പെടുന്നിടത്തോളം അന്നേരം തന്നെ നമ്മളത് മാനുഫാക്ചറിങ് തയ്യാറാക്കി അവർക്ക് കൊടുത്തുവിടുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഫാക്ടറിയിലുള്ളത്. അപ്പൊ ഇതിൽ പുതിയൊരു അറിവാണ്. സാധാരണ നമ്മൾ എല്ലാ എഗ്മീൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹാച്ചറിയിലെ മുട്ടത്തോട് എന്ന് പറയുമ്പോൾ ഇതുപോലെ വേണ്ടത്ര മഗ്നീഷ്യം, അതുപോലെ കാൽഷ്യം, അതുപോലെയുള്ള കണ്ടന്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊന്നും ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ ഉള്ളത് പൂർണ്ണമായിട്ടും ഗുണനിലവാരം ഉറപ്പാക്കിയ മാത്രം പ്രൊഡക്റ്റ് എടുക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഇത്രയും, അതായത് വിലക്കുറവിന് നമ്മൾക്ക് ഈ സാധനം കർഷകന് വാങ്ങിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വളത്തിൽ നല്ലൊരു ശതമാനം നമുക്ക് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. 100% നമ്മൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. 100% നമ്മൾ കമ്പനി ഗ്യാരണ്ടിയാണ്. അപ്പൊ എന്തായാലും ഇതുപോലെ കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന പുതിയ പ്രോഡക്റ്റുമായി പരിചയപ്പെടുത്തി തന്ന സിപ്ചാനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 2 വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിച്ച ഹാപ്പി കസ്റ്റമർ ആയിട്ടുള്ള നമ്മളെ റെജിച്ചേട്ടനും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ റെജിച്ചേട്ടനോട് സിപ്ചാനോടും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ